ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു അരച്ചപ്പം ഉണ്ടാക്കിയാലോ. അതായിട്ടിതാ ഞാൻ പച്ചരി കുറച്ച് നേരം വെള്ളത്തിലിട്ടേച്ച് അതിതാ നന്നായി കഴുകി അവിടെ വെച്ചതാണ് കേട്ടോ. അതിലേക്കിതാ ചുവന്ന ഉള്ളി കുറച്ച് തോലൊക്കെ കളഞ്ഞ് ഇട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നല്ല ജീരകം ഇത് അരച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് അരച്ചെടുത്ത് അതിൽ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിക്കണം. കാരണം എന്താ വെച്ചാൽ ഒന്ന് സ്മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുണ്ടല്ലേ അരച്ചെടുത്തിട്ട് ഇതാ കുറച്ച് ചൂടുള്ള വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. ചൂടുള്ള വെള്ളം അത്ര ചൂടുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളത് നന്നായി ഇളക്കുക. പിന്നെ ഉപ്പിടണം. കണ്ടില്ലേ, അതിലേക്ക് ഉപ്പിടുക. എന്നിട്ട് നന്നായി ഇളക്കി. അപ്പോൾ ദോശച്ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടാവും. ദോശച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി, നല്ലോണം ചൂടായ ദോശച്ചട്ടിയിലേക്ക് നമ്മൾ ഈ മാവ് അങ്ങോട്ട് ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യണത്. കണ്ടില്ലേ. അപ്പോൾ ഈ ജീരകവും ചുവന്നുള്ളിയും ഇവിടെയൊക്കെ സ്വാദ് ഇങ്ങനെ അതിൽ ഇങ്ങനെ ഇതായിണ്ടാവും. നന്നായി അരച്ച സാധനമല്ലേ, അപ്പോൾ നല്ല ഒരു ഇത് കിട്ടും. അപ്പോൾ എന്നോട് കുറേ ആൾക്കാർ 2-3 ആൾക്കാർ ചോദിക്കുക എങ്ങനെ അരച്ചപ്പം ഉണ്ടാക്കണ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമെന്ന്. അപ്പോൾ അത് ആണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും കാണുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുണ്ടാക്കിയത് എനിക്കും കമൻറ്റ് ചെയ്ത് തരിക. കണ്ടില്ലേ, അതാ അരച്ചപ്പം റെഡി. കണ്ടില്ലേ. ഇനി ഇങ്ങനെ ഇത് കഴിയുന്ന വരെ നമ്മളുണ്ടാക്കിയിട്ടോ അരച്ചപ്പം ഉണ്ടാക്കി. ഇവിടെ ഏട്ടനെയും അമ്മയ്ക്കൊക്കെ നല്ല ഇഷ്ടം അരച്ചപ്പം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഒന്ന് വെളിച്ചെണ്ണ തൂവി കൊടുക്കണം കേട്ടോ. എന്നിട്ട് കൗത്തി ഇടയ്ക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നല്ല സ്മൂത്തുള്ള അരച്ചപ്പം കിട്ടി. സൂപ്പർ 4 മണി ചായക്ക്